റെജി ലൂക്കോസ് ബി ജെ പിയിലേക്ക് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി. അതിലെ സർപ്രൈസ് എലമെന്റ് നിലനിർത്താൻ ബി ജെ പിക്ക് പൂർണ്ണമായി കഴിഞ്ഞു. റെജി ലൂക്കോസ് ബി ജെ പിയിലേക്ക് പോകും എന്ന് ആരും കരുതിയിരുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഈ മെനിഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലെയുടെ തൊട്ട് തലേനാൾ മെനിഞ്ഞാന്ന് റെജി ലൂക്കോസ് നമ്മുടെ ചർച്ചയിൽ വന്നതാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി ആഞ്ഞു ബാറ്റ് ചെയ്തതാണ്. പറഞ്ഞു വന്നത് എന്താണ്, മെനിഞ്ഞാന്ന് റെജി ലൂക്കോസ് നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ വന്നതാണ്. അപ്പോൾ അന്ന് രണ്ട് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അബിൻ വർക്കി കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചു, വി പി ബോസ് സി പി എമ്മിന് വേണ്ടി, പിന്നെ രണ്ടുപേർ എൻ ശ്രീകുമാർ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ നിരീക്ഷകൻ, പിന്നെ റെജി ലൂക്കോസ് സി പി എം അനുകൂല രാഷ്ട്രീയ, അങ്ങനെ ബാലൻസിന് രണ്ട് പാനലായിരുന്നു. അതിൽ അന്ന് മെനിഞ്ഞാന്ന് സി പി എമ്മിന് വേണ്ടി കട്ടയ്ക്ക് ആഞ്ഞടിച്ച് വാദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോടൊക്കെ വല്ലാതെ വാദിച്ച ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു റെജി ലൂക്കോസ്. നമുക്ക് അറിയാവുന്ന ആളാണ്, സുഹൃത്താണ്, ഏതെങ്കിലും തരത്തിൽ സൂചന ഉണ്ടായിരുന്നില്ല. എന്നാലും മെനിഞ്ഞാന്ന് നമ്മുടെ ചർച്ചയിൽ വന്ന് പിണറായി വിജയന് വേണ്ടി ആഞ്ഞടിച്ച മനുഷ്യൻ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ബി ജെ പിയിലേക്ക് പോയി അതൊക്കെ ദ്രവിച്ച ആശയമാണ് എന്ന് പറയുമോ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനൊന്നുമില്ല. ഇപ്പം അങ്ങനെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന അധികാരം, പദവി, അതിനുള്ള പുതിയ മേച്ചിൽപ്പുറങ്ങൾ, അക്കരപ്പച്ച തുടങ്ങിയതൊക്കെ ആരുടെയും കുത്തകയൊന്നുമല്ല. റെജി ലൂക്കോസ് ഏട്ടനും നമ്മുടെ അടുത്ത് വളരെ പറയുന്നതുകൊണ്ട് യാതൊരു മടിയില്ല. നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്, വർഷങ്ങളായി അറിയാവുന്ന ആളാണ്. ജനുവരി 11 ഇവിടെ വരുന്നു. ഞങ്ങളുടെ അസംബ്ലി ഇലക്ഷന്റെ ക്യാമ്പയിൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ജൂലൈയിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ മാധ്യമ സുഹൃത്തിന്റെ ഒപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇതില് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, CPM തുടരും ആയിരുന്നു അന്നത്തെ ഒരു ഫീലിംഗ്. ഞാൻ അന്ന് പറഞ്ഞു, BJP NDAന്റെ പേരിൽ പറഞ്ഞു, ഇത് മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. ജനങ്ങൾ തീരുമാനിച്ചു മാറ്റം കൊണ്ടുവരണം, മാറ്റം വേണം. അത് ജനങ്ങളും ഒപ്പം സംസാരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അതിന്റെ വ്യക്തത, അതൊരു വ്യക്തമായൊരു മെസ്സേജ് ജനങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ CPM സർക്കാർ വികസനത്തിനെ കുറിച്ചോ അഴിമതിനെ കുറിച്ചോ തൊഴിൽ വിലക്കയറ്റം, വിശ്വാസികളുടെ സംരക്ഷണം, ഈ കാര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ BJP NDA കൃത്യമായി കഴിഞ്ഞ 6 മാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പിൽ വെച്ചു. അതിന്റെ കാരണമാണ്, ഞാൻ അത് 100% അത് കാരണമാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അതൊരു ഫാക്ടർ ആയിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ജനങ്ങളുടെ തീരുമാനം. ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് BJPന്റെ ചരിത്രത്തിൽ, NDAന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജാണ്, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ. ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷന് കാണുന്നത്. ഈ അസംബ്ലി ഇലക്ഷനെ കുറിച്ച് മറ്റ് പാർട്ടികളെല്ലാം സംസാരിക്കും, അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും. പക്ഷേ ഞങ്ങൾ അടുത്ത 100 ദിവസം മുമ്പോട്ട് വെക്കാൻ പോകുന്നത് കൃത്യമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വികസിത കേരളം. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. വികസനം, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ സേവനങ്ങൾ, ഭരണശൈലി, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം മുതൽ ഇന്ന് വരെ. ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും, കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വികസന രാഷ്ട്രീയമാണ്. അതിൻ്റെ ഒപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ, കോൺഗ്രസിനോ CPMനോ BJP NDAക്ക് കൊടുക്കുമ്പോൾ
സെൻട്രൽ ഗവൺമെൻറ്റിലെ അവസരം UPA കോൺഗ്രസിന് കിട്ടി, കോൺഗ്രസിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി. ഈ ജനങ്ങൾ വിശ്വസിച്ച അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആര് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് കാർഡ് BJP NDAന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, CPIന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ജനങ്ങളത് മനസ്സിലാക്കും. ആരാണ് വികസനത്തിനെ കുറിച്ച് കാഴ്ചപ്പാട് ആർക്കാണ്, കഴിവ് ആർക്കാണ്, താല്പര്യം ആർക്കാണ്, ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. രണ്ടാമത്തെ ടോപ്പിക്ക് രണ്ട് ഭാഗമായി. അപ്പോൾ ഇടത് സഹയാത്രികൻ റജി ലൂക്കോസ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഷാളണിച്ചാണ് റജി ലൂക്കോസിനെ സ്വീകരിച്ചത്. അക്ഷരാർത്ഥത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു തീരുമാനമാണ്. ഞെട്ടൽ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സന്തോഷമെന്നോ സങ്കടമെന്നോ എന്ന അർത്ഥത്തിലല്ല. മെനിഞ്ഞാന്ന് വരെ ഇടതുപക്ഷത്തിന് വേണ്ടി ആഞ്ഞ് ശക്തമായി വാദിച്ച, അന്ന് പുനർജനിയായിരുന്നു വിഷയം. പുനർജനിക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ച, CPMന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ച ഇടത് സഹയാത്രികൻ, ഇടതുപക്ഷ വാദങ്ങൾ മെനിഞ്ഞാന്നും ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരുന്ന റജി ലൂക്കോസ് ആ പോളിസി, ആ നയം, ആ രാഷ്ട്രീയം ദ്രവീകരിച്ചു, വർഗീയ വിഭജനത്തിനുള്ള നീക്കങ്ങൾ സങ്കടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ ഒറ്റ ദിവസം കഴിയുമ്പോഴേക്കും BJP വേദിയിൽ BJP ഷാളണിയിച്ച് BJPക്കാരനാവുന്നത് കാണുമ്പോൾ ഒരു അമ്പരപ്പുണ്ട്. പുതിയകാല രാഷ്ട്രീയമാണ്, പുതിയകാല ചേരിമാറ്റങ്ങൾ, പുതിയകാല കാലുമാറ്റങ്ങൾ, കൂറുമാറ്റങ്ങൾ, അതിന് പിന്നിലുള്ള പല നമുക്കറിയില്ല ഉണ്ടെന്ന് പറയപ്പെടുന്ന പല താല്പര്യങ്ങൾ, സാമ്പത്തികമടക്കം പല താല്പര്യങ്ങൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, വരുന്ന മാസങ്ങളിൽ വരുന്ന മാരക മാറ്റങ്ങളിൽ ആരും അമ്പരക്കേണ്ടതില്ല. ഇത് രാഷ്ട്രീയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.